കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളൊരു കാറ് വാങ്ങി. നല്ലൊരു കാറാണ്. പക്ഷേ ഈ കാറിൽ AC ഉണ്ടായിരുന്നില്ല. AC ഇല്ലാത്തൊരു മോഡലായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ ഈ പുതിയ കാറിൽ ഇയാളുടെ സുഹൃത്തുമായി യാത്ര ചെയ്യുകയാണ്. എവിടെയോ പോയിട്ട് തിരിച്ചു വരികയാണ്. ഇയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഉച്ച സമയമാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. വണ്ടിക്കകത്തിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഇവർ വണ്ടിയുടെ ജനലിൻ്റെ ഗ്ലാസ് എല്ലാം താഴ്ത്തി വച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും യാത്ര വലിയ പ്രയാസമാണ്. അപ്പോഴാണ് വണ്ടി ഓടിക്കുന്നയാൾ വണ്ടിയുടെ ജനലിൻ്റെ ഗ്ലാസ് എല്ലാം ഉയർത്താൻ തുടങ്ങിയത്. സംഭവിക്കുന്നത് കണ്ടിട്ട് ഇയാളുടെ സുഹൃത്തിന് വിശ്വസിക്കാനേ സാധിച്ചില്ല. ഇയാൾ ചോദിച്ചു, നീ എന്താ ഈ ചെയ്യുന്നേ? ഇവിടെ ചൂടെടുത്തിട്ട് മനുഷ്യന് ഇരിക്കാനേ വയ്യ, അപ്പോഴാണ് നീ ഗ്ലാസ് ഉയർത്തി വയ്ക്കുന്നത്? നിനക്ക് വട്ടായോ? അപ്പോൾ ഉടനെ വണ്ടി ഓടിക്കുന്ന ആൾ പറഞ്ഞു, അത് വീടെത്താറായി, ഇനി വലിയ ദൂരമൊന്നുമില്ല, 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ എത്തും. ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. ഈ വെയിലത്ത് വണ്ടിയുടെ ജനലിൻ്റെ ഗ്ലാസ്സെല്ലാം നമ്മൾ താഴ്ത്തി വെച്ചാൽ അവർ വിചാരിക്കും എൻ്റെ വണ്ടിയിൽ AC ഇല്ല എന്ന്. ഗ്ലാസ് ഉയർത്തി വയ്ക്കുമ്പോൾ അവർ വിചാരിച്ചോളും എൻ്റെ വണ്ടിയിൽ AC ഉണ്ടെന്ന്. അതല്ലേ നല്ലത്? അതുകൊണ്ടാണ് 10 മിനിറ്റിൽ നമ്മളെത്തും, നീ വിഷമിക്കണ്ട. 10 മിനിറ്റിൽ അവരെത്തി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും വണ്ടിക്കകത്തിരുന്ന് വെന്തുരുകിയിരുന്നു. രണ്ടുപേരും വിയർത്ത് ഒഴുകുകയാണ്. രണ്ടുപേരും നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷേ വണ്ടി ഓടിച്ച ആൾ വലിയ സന്തോഷത്തിലാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. വണ്ടി കണ്ടവരെല്ലാം വിചാരിക്കുമല്ലോ എൻ്റെ വണ്ടിക്കകത്ത് AC ഉണ്ടെന്ന്. അയാൾക്ക് അത് മതി. എന്തൊരു കഷ്ടമാണ്, എത്ര വലിയ മണ്ടത്തരമാണ്. പക്ഷേ ഇത് സത്യമാണ്. നമ്മളിൽ പലരുടെയും സ്വഭാവമാണ്. സ്വയം വെന്തുരുകിയാലും കുഴപ്പമില്ല, കൂടെയുള്ളവർ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ഷോ ഓഫ് ചെയ്യുക. ഇത് ഒരുപാട് പേർക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഒരല്പം ഷോ കാണിക്കുക. എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ടുള്ളത്? ഒന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഒന്നുമില്ല. പക്ഷേ ഇത് പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഒന്ന് ഷോ ചെയ്യുക. നോക്കൂ, സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളെ പലതരം പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കും. അതിലൊന്നാണ് ഈഗോ. ഈഗോ വലിയൊരു കുഴപ്പമാണ്. ഈഗോ ഇങ്ങനെയാണ്, അതിന് തൃപ്തി കിട്ടാൻ അത് പലതരം മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടും. നിങ്ങൾ ഈ മണ്ടത്തരത്തിൻ്റെ എല്ലാം വിക്ടിമാവും, ഇരയാവും. ഈ കേസിൽ ഇയാളുടെ കാര്യം നോക്കൂ. ഇയാൾക്ക് സുഖം എന്താണെന്ന് അനുഭവിക്കാനേ സാധിക്കുന്നില്ല. വണ്ടിക്കകത്ത് ഇയാൾ ഉരുകുകയാണ്, വിയർത്തൊഴുകുകയാണ്, കഷ്ടപ്പെടുകയാണ്. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വണ്ടിയിൽ AC ഉണ്ടെന്ന് കാണിക്കാൻ ഇയാൾക്ക് വല്ലാത്ത ആവേശമാണ്. അതിനയാൾക്ക് സന്തോഷം കിട്ടുന്നു. ശരീരം പാടുപെടുമ്പോഴും അയാൾ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണ്. ഇത് എത്ര വലിയ മണ്ടത്തരമാണ്. ഒരു കഥ കൂടി നമുക്ക് കേൾക്കാം. ഇത് നടന്ന സംഭവമാണ്. ഹെൻറി ഫോർഡ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോക പ്രശസ്തമായ ഫോർഡ് എന്ന കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം. കോടീശ്വരനാണ്, അമേരിക്കക്കാരനാണ്. ഒരിക്കൽ ഹെൻറി ഫോർഡ് ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ലോക പ്രശസ്തനാണ് ഹെൻറി ഫോർഡ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ വരവ് എല്ലാവരും അറിഞ്ഞിരുന്നു. തലേ ദിവസം അവിടുത്തെ എല്ലാ പത്രത്തിലും ഇതിനെക്കുറിച്ച് വാർത്തയുണ്ടായിരുന്നു. ഹെൻറി ഫോർഡിൻ്റെ ചിത്രമുണ്ടായിരുന്നു. ഹെൻറി ഫോർഡ് ഇംഗ്ലണ്ടിലെത്തി. എയർപോർട്ടിൽ വെച്ച് അവിടെ വെച്ച് കണ്ടൊരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഹെൻറി ഫോർഡ് ചോദിച്ചു, ഇവിടെ അടുത്ത് താമസിക്കാൻ പറ്റിയ അത്ര എക്സ്പെൻസീവ് അല്ലാത്ത വലിയ റേറ്റ് ഇല്ലാത്തൊരു ഹോട്ടൽ പറയാമോ? ഹെൻറി ഫോർഡിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആ ഉദ്യോഗസ്ഥൻ വല്ലാതെ ഞെട്ടിപ്പോയി. അയാൾ ഹെൻറി ഫോർഡിൽ നിന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഹെൻറി ഫോർഡല്ലേ? ഞാൻ നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഹെൻറി ഫോർഡല്ലേ? ഹെൻറി ഫോർഡ് പറഞ്ഞു, അതെ, ഞാൻ ഹെൻറി ഫോർഡാണ്. എന്തു പറ്റി? ഒരുപാട് അത്ഭുതത്തോടെ ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വില കുറഞ്ഞ ഹോട്ടലിനെ കുറിച്ച് ചോദിക്കുന്നത്? നിങ്ങൾക്ക് നല്ലൊരു ഹോട്ടലിൽ താമസിച്ചൂടെ? മാത്രമല്ല, നിങ്ങളിട്ടിരിക്കുന്ന കോട്ട് കാണുമ്പോൾ അറിയാം ഇത് വളരെ പഴയതാണ്. ഇതിന് നിങ്ങളെക്കാളും പ്രായമുണ്ടല്ലോ. നിങ്ങൾ ശരിക്കും ഹെൻറി ഫോർഡ് തന്നെയാണോ? എനിക്ക് നിങ്ങളുടെ മകനെ അറിയാം. അയാൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോഴെല്ലാം ഏറ്റവും നല്ല ഹോട്ടലിലാണ് അയാൾ താമസിക്കുന്നത്. അയാൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ്.
നിങ്ങളെന്താണ് ഈ ചെയ്യുന്നത്? ഹെൻറി ഫോർഡ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവന് നാട്ടുകാരുടെ അഭിപ്രായത്തെ പേടിയാണ്. ഒരു സാധാരണ ഹോട്ടലിൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആൾക്കാർ എന്ത് പറയും, ഇതൊക്കെയാണ് അവൻ്റെ ചിന്ത. അവന് കുറച്ച് ഷോ ഓഫിൻ്റെ പ്രശ്നമുണ്ട്. എനിക്കതൊന്നുമില്ല. ഞാൻ ഏത് ഹോട്ടലിൽ താമസിച്ചാലും ഞാൻ തന്നെയാണ്. ഹെൻറി ഫോർഡ് തന്നെയാണ്. ഞാൻ മാറാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എക്സ്പെൻസീവായൊരു ഹോട്ടലിൽ താമസിച്ചാലും ഒരു സാധാരണ ഹോട്ടലിൽ താമസിച്ചാലും ഹെൻറി ഫോർഡ് തന്നെയാണ്. എൻ്റെ ക്യാരക്ടറിന് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് എൻ്റെ അച്ഛൻ്റെയാണ്. ശരിയാണ്, കുറച്ച് പഴയതാണ്. പക്ഷേ എനിക്ക് പുതിയൊരു കോട്ട് വേണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിനത് വാങ്ങിക്കണം? മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ തന്നെയാണ്. നോക്കൂ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. ഷോ ഓഫ് കൊണ്ട് എന്ത് പ്രയോജനം? ഈഗോയ്ക്ക് തൃപ്തി കിട്ടുമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മണ്ടത്തരമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ തന്നെയാണ്. ഷോ ഓഫ് ചെയ്താലും ചെയ്തില്ലെങ്കിലും. പിന്നെ എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കണം? എന്തിനു വെറുതെ മനസ്സിന് ട്രിക്കിൽ ചെന്ന് വീഴണം? ഷോ ഓഫ് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻസിലൂടെ നിങ്ങളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യൂ.